ശബരിമല യുവതീ പ്രവേശനത്തിൽ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ 2018 വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത്. ആചാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഹർജികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹർജികൾ പരിഗണിക്കും. വിവരങ്ങളുമായി ER രാഗേഷും VV അരുണും ചേരുന്നുണ്ട്. ആദ്യം ER രാഗേഷിലേക്ക് നമുക്ക് പോകാം. രാഗേഷ്, ഗുഡ് മോർണിംഗ്. 2019 ശേഷം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ഇന്ന് എന്തൊക്കെയായിരിക്കും കോടതിയിൽ നടക്കാനിരിക്കുന്ന നീക്കങ്ങൾ? അനുശ്രീ, ഏതാണ്ട് 7 വർഷത്തിന് ശേഷമാണ് ശബരിമല അടക്കമുള്ള കേസുകളിലെ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 67 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിൽ 60 ഹർജികളും ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒപ്പം തന്നെ മുസ്ലിം സ്ത്രീകളുടെ പള്ളികളിലെ പ്രവേശനം, ദാവൂദി ബോറ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അന്യമതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ, അങ്ങനെ 67 ഹർജികൾ ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഏതായാലും ശബരിമല സംസ്ഥാനത്ത് വലിയ ചർച്ചയായ വിഷയമാണ്. ഇന്നിപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ്. ജോയ് മല്യ, ബാഗ്ചി, വിപുൽ പഞ്ചോലി എന്നിവരാണ് ഈ ബെഞ്ചിൽ ഉള്ളത്. ഏതായാലും ഇന്ന് വിശദമായൊരു വാദത്തിലേക്കോ മറ്റ് നടപടിക്രമങ്ങളിലേക്കോ ഒന്നും തന്നെ കാര്യമായി കടക്കാൻ സാധ്യതയില്ല. കാരണം നേരത്തെ ഈ ഹർജി പരിഗണിച്ചിരുന്നത് 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ്. SA ബോബ്ഡെ ചീഫ് ജസ്റ്റിസ് ആയ കാലത്താണ് ഏറ്റവും അവസാനമായി ഈ കേസിൽ വാദം കേട്ടു തുടങ്ങിയത്. അത് 2020 ഫെബ്രുവരിയിലാണ്. പക്ഷെ അന്ന് വാദം പൂർത്തിയായിരുന്നില്ല. ഇന്നിപ്പോൾ അന്ന് ഭരണഘടനാ ബെഞ്ചിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും വിരമിച്ചു. അന്ന് ഭരണഘടനാ ബെഞ്ചിലെ ഏറ്റവും ജൂനിയർ അല്ലെങ്കിൽ അതിൽ അവശേഷിക്കുന്ന ഏക ജഡ്ജി എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് നടക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ നടപടിക്രമം ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ആ നടപടികളിലേക്ക് കോടതി ഇന്ന് കടക്കും. ഒപ്പം തന്നെ കോടതിക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ എന്ന് വാദം കേൾക്കാം അല്ലെങ്കിൽ വാദം തുടങ്ങാം എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. കേരളത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. നേരത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 1 വർഷം മുമ്പാണ്, 1 വർഷത്തിൽ താഴെ മാത്രം സമയം ബാക്കിയുള്ളപ്പോഴാണ് ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുവദിക്കാം എന്നുള്ള വിധി അന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് വിധിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിലുള്ള ഹർജികൾ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ തീയതി സർക്കാരിനെ സംബന്ധിച്ച് തീർച്ചയായും നിർണായകമാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഫെബ്രുവരി മാസമാണ്. മാർച്ച് മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലോ വാദം കേൾക്കാമെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ ഒരുപക്ഷെ നിലപാട് അറിയിക്കേണ്ടി വരും. അത് വേണമെങ്കിൽ സത്യവാങ്മൂലം നൽകാം, അല്ലെങ്കിൽ എഴുതി നൽകുകയോ സർക്കാരിന് ചെയ്യാം. ഏതായാലും ഇന്ന് കോടതി മറ്റു നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയില്ല. മറിച്ച് ഏത് തീയതിയിലാണ് വാദം ആരംഭിക്കുക എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യമാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. VV അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ അത് നിർണായകമാകുന്നത് സർക്കാരിന് കൂടിയാണ്. സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. പഴയ നിലപാട് തന്നെ സർക്കാർ ആവർത്തിക്കാനാണോ സാധ്യത കൂടുതൽ? അതൊരു സാധ്യത തീരെ കുറവാണ്. നേരത്തെ തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലപാട് മാറ്റുമെന്ന സൂചനകൾ നൽകിയിരുന്നു. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും സമാനമായ ഒരു പ്രതികരണം നടത്തിയതാണ്. മുൻ നിലപാടുമായി യുവതീ പ്രവേശനത്തോട് യോജിച്ചുള്ള യുവതീ പ്രവേശനം വേണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ നേരത്തെയുള്ള നിലപാട് ആവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്. അത്തരമൊരു നിലപാടെടുത്തപ്പോൾ ശബരിമല സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം സർക്കാർ എടുത്തെങ്കിലും വലിയ സംഘർഷത്തിലേക്കും രാഷ്ട്രീയമായി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയിലേക്കും സംസ്ഥാനത്ത് ഇടതുമുന്നണിയും CPM-ഉം പോയിരുന്നു. അതിനുശേഷമാണ് CPI ഇപ്പോൾ നിലപാട് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. NSS-ന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ സർക്കാർ ശരിയായ നിലപാടെടുക്കുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ പങ്കുവച്ചു. ഈ NSS SNDP ഐക്യം യാഥാർത്ഥ്യമായില്ലെങ്കിലും ഇന്നലെയും സർക്കാരിൽ വിശ്വാസം രേഖപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് NSS-ന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ NSS-ഉം SNDP-യും ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ സാമുദായിക സംഘടനകളെ പിണക്കുന്ന ഹൈന്ദവ വോട്ടുകൾ പൂർണ്ണമായും എതിരാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാൻ സാധ്യതയില്ല. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് നിലപാടിൽ നിന്ന് ഒറ്റയടിക്ക് മലക്കം മറിയുന്ന ചോദ്യവും സർക്കാർ നേരിടേണ്ടി വരും. പ്രതിപക്ഷവും ഇത് വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സർക്കാർ എന്തു പറയും എന്നുള്ള കാര്യം. കാരണം യുവതീ പ്രവേശനത്തെ വീണ്ടും അനുകൂലിച്ച് സർക്കാർ നിലപാടെടുത്താൽ അവിടെ സർക്കാരിനെ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ തോൽവി സമ്മതിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. അത്രയധികം സെൻസിറ്റീവായ വിഷയമായി ശബരിമല സംസ്ഥാനത്ത് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാർ നിലപാട് എന്ത് എന്നുള്ളത് വളരെ നിർണായകമായി മാറും.
പൂർണ്ണമായും മുൻ നിലപാട് തള്ളിപ്പറയുന്നതാണോ അല്ലെങ്കിൽ ഒരു സമവായത്തിന് ശേഷം നിലപാടിലേക്ക് പോകാമെന്ന തീരുമാനം സർക്കാർ അറിയിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ച നടത്തിയ ശേഷം ഒരു നിലപാട് അറിയിക്കാമെന്നൊരു ധാരണ ഉരുത്തിരിയും അങ്ങനെ അത് കോടതി അറിയിക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പൂർണ്ണമായും ഈ തീരുമാനം വിശ്വാസവും പാരമ്പര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളുടെ ശബരിമലയിലെ രാജകുടുംബത്തിൻ്റെ ഭദ്രം രാജകുടുംബത്തിൻ്റെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസം സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ പൂർണ്ണമായും പോകുമോ എന്നാണ് അറിയേണ്ടത്. ഏറ്റവും നിർണായകമാണ് ഈ സർക്കാരിന് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഇവിടെ സർക്കാരിന് പാളിപ്പോയാൽ അത് വലിയ ഒരു തിരിച്ചടിയാകുമെന്ന് CPM സർക്കാരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധ്യത വിരളമാണ്. അതിന് പകരം വിശ്വാസികളുടെ വിശ്വാസം കൂടി നേടിയെടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്കാകാം സർക്കാർ പോകുന്നത്. ഏറ്റവും നിർണായകമായ തീരുമാനമാകും ഇന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കാൻ പോകുന്നത്. അരുൺ, അതുപോലെ തന്നെ ഈ യുവതീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം മുൻപേ പരാമർശിച്ചിരുന്നു. ആ ഒരു പരാമർശം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു നിലപാട് മാറ്റത്തിലേക്ക് കൂടി സർക്കാർ പോകുന്നു. അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം വലിയൊരു വിമർശനത്തിനിടയാക്കുന്ന ഒരു കാര്യം കൂടി മാറില്ലേ? തീർച്ചയായിട്ടും സർക്കാരിന് അത്ര എളുപ്പമൊന്നും ഈ വിഷയത്തിൽ നിലപാട് മാറ്റാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ നിലപാട് മാറ്റാതെ മുന്നോട്ട് പോകാനും കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്നതാണ് വസ്തുത. സർക്കാർ യുവതീ പ്രവേശനം എതിർത്തുകൊണ്ട് വിശ്വാസം സംരക്ഷണം എന്ന നിലപാടിലേക്ക് മാറിയാൽ വിശ്വാസികളുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാരപരമായ പ്രാധാന്യവും അതിൻ്റെ രീതിയും ഒക്കെ ഓർമ്മിച്ചുകൊണ്ട് ഒരു നിലപാട് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ഒരു കാരണവശാലും പ്രതിപക്ഷത്തിന് കഴിയില്ല. പ്രതിപക്ഷവും അതിനോട് ചേർന്ന് പോകേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വിമർശനം എങ്കിൽ എന്തുകൊണ്ട് സർക്കാർ നേരത്തെ നിലപാട് സ്വീകരിച്ചില്ല, അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്താൻ. അപ്പുറത്തേക്ക് സർക്കാർ യുവതീ പ്രവേശത്തെ എതിർത്ത് ഒരു സത്യവാങ്മൂലം നൽകിയാൽ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ തള്ളിപ്പറയാനോ പ്രതിപക്ഷത്തിനും കഴിയില്ല, BJPക്കും കഴിയില്ല. കാരണം എല്ലാ മുന്നണികളും ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു നിലപാട് യുവതീ പ്രവേശം വേണ്ട എന്നുള്ളത് തന്നെയാണ്. അവിടെ നിയമപരമായി സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളത്, സാമൂഹ്യ സാഹചര്യമല്ല സംസ്ഥാനത്തുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാനാകാം സർക്കാർ ശ്രമിക്കുക. അതിനെതിരെ പ്രതിപക്ഷത്തിനും നിലപാടെടുക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ സർക്കാർ വലിയ ഒരു അനിശ്ചിതത്വത്തിൽ അല്ലെങ്കിൽ സങ്കീർണമായ സർക്കാരിനുള്ള വലിയ സങ്കീർണമായ ഒരു കാര്യമാണ് മുൻ നിലപാട് തിരുത്തി പറയുക എന്നുള്ളത്. പക്ഷേ അതല്ലാതെ മറ്റൊരു വഴി സർക്കാരിന് മുന്നിലില്ല. അതെങ്ങനെ ഏത് രീതിയിൽ സർക്കാർ അവിടെ പ്രസൻറ്റ് ചെയ്യുമെന്ന കാര്യമാണ് വലിയ ആകാംക്ഷ ഉണർത്തുന്നത്. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.